10,000 അടി ഉയരത്തുനിന്ന് നമ്മൾ താഴേക്ക് വീണു എന്ന് വിചാരിക്കാം. നമ്മൾ സർവൈവ് ചെയ്യുമോ? ബാക്കിയാവോ നമ്മുടെ ജീവനോടെ? ഇല്ല എന്നാണല്ലോ നമ്മളുടെ ഉത്തരം. 1971 ലാൻജ എയർലൈൻസ് എന്ന് പറഞ്ഞൊരു വിമാനം തകരുകയും അത് ആമസോൺ കാടിൽ വീണ് പതിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലുള്ള 91 യാത്രക്കാരോളം മരണപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ 17 വയസ്സുള്ളൊരു പെൺകുട്ടി മാത്രം സർവൈവ് ചെയ്തു. അതും 12 ദിവസത്തോളം ആമസോൺ കാടിൽ കടന്ന് പിന്നീട് സർവൈവ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. ആമസോൺ കാടിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ മനസ്സിലായവർക്ക് അറിയാം, ഒരുപാട് ജീവികളുള്ള, പലതരത്തിലുള്ള വിഷമുള്ള ജീവികളുള്ള, നമുക്ക് സർവൈവ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പാടുള്ള, സൂര്യൻ്റെ പ്രകാശം പോലും വളരെ മൈന്യൂട്ടായി മാത്രം കിടക്കുന്ന ആമസോൺ കാടിൽ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 12 ദിവസം ഒരു 17 വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു ടാസ്ക്കാണ്. കുട്ടി ആ ക്രാഷിൽ ബാക്കിയായപ്പോൾ ആ കുട്ടി സ്വയം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 10,000 അടി ഉയരത്ത് ഞാൻ താഴെ വീണ്ടും ഞാൻ ഇത്ര പേര് മരിച്ചിട്ട് പോലും ഞാൻ മാത്രം ബാക്കിയായത് എന്തുകൊണ്ടാണ്? വൈ മീ? എന്തുകൊണ്ട് ഞാൻ മാത്രം ബാക്കിയായി എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. എപ്പോഴും അറിയാം, നമ്മൾ കുറേ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ പറയും, എന്തിനാ ദൈവമേ എന്നോട് മാത്രം ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മളാരും സന്തോഷം വരുമ്പോൾ ഈ വൈ മീ ചോദിക്കാറില്ല എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു കാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ കാണുമ്പോഴോ നമ്മൾ പലപ്പോഴും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ വൈ മീ എന്നുള്ളത്. പക്ഷെ ആ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോഴും നമ്മളതിനൊരു മറ്റൊരു പേഴ്സ്പെക്റ്റീവിലൂടെ വേണം ചോദിക്കാൻ. എന്തുകൊണ്ട് ഞാൻ? അതിലൂടെ എന്താണ് എന്നെ പഠിപ്പിക്കുന്നത് എന്നുള്ളത്. എപ്പോഴും വൈ മീ ചോദിക്കുമ്പം സംതിങ് അതെന്നെ പഠിപ്പിക്കുന്നുണ്ട്, എന്താണത് എന്നുള്ളത് കൂടി ആ വൈമിയുടെ കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ ചോദിക്കണം എന്നുള്ളതാണ്. അപ്പം താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.